നമസ്കാരം. പെണ്ണുപിടിയനെ ഇനി ഒരു കാരണവശാലും ഫ്ളാറ്റിൽ താമസിപ്പിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. ഇവിടെ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള നിരവധി ആളുകൾ സ്വസ്ഥമായി സ്വൈര്യമായി ജീവിക്കുന്ന ഇടം തന്നെയാണ്. അതുകൊണ്ട് ഇത്തരത്തിൽ ഒരു സ്ത്രീ പീഡകനെ ഒരിക്കലും ഞങ്ങളുടെ കൂട്ടത്തിൽ താമസിപ്പിക്കുവാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഞങ്ങൾ ഇയാളെ ബഹിഷ്കരിക്കുന്നു എന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ CPM-ന്റെയും BJP-യുടെയും സൈബർ സെല്ലുകളിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇറങ്ങുന്ന ക്യാപ്സൂളുകൾ. രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ കഴിഞ്ഞ ദിവസം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തുന്നതിന് വേണ്ടി 15 ദിവസത്തെ അഥവാ 14 ദിവസത്തെ ഒളിവ് ജീവിതത്തിന് ശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ടേക്ക് എത്തിയത്. പാലക്കാടിന്റെ സ്വന്തം MLA ആയ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ 2 സ്ത്രീ പീഡന കേസുകൾ നിലവിലുള്ളതിനാൽ ഏത് നിമിഷവും രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിലാകും എന്നുള്ള ഒരു നില വന്നതിനാൽ അദ്ദേഹത്തിന്റെ അഭിഭാഷകന്റെ അഭിപ്രായ പ്രകാരമാണോ എന്നറിയില്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ 14 ദിവസങ്ങളിലായി ഒളിവിലായിരുന്നു. എന്നാൽ തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള രണ്ടാമത്തെ സ്ത്രീ പീഡന കേസിൽ ജാമ്യം കിട്ടുകയും ആദ്യത്തെ കേസിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം നിഷേധിക്കുകയും ചെയ്തു. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തെ 15-ാം തീയതി അദ്ദേഹത്തിന്റെ ജാമ്യ ഹർജി പരിഗണിക്കുന്നത് വരെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഒരു ഇടക്കാല ഉത്തരവ് കൂടി ഉണ്ടായിരുന്നു. രണ്ടാമത്തെ കേസിലും രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് കൃത്യമായ നിർദ്ദേശമുണ്ടായിരുന്നു. അഥവാ അറസ്റ്റ് രേഖപ്പെടുത്തേണ്ടി വരികയാണെങ്കിൽ അപ്പോൾ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ സ്വന്തം ജാമ്യത്തിൽ വിട്ടയക്കണം എന്നുകൂടി കോടതി ഉത്തരവിൽ പറഞ്ഞു. ഈ ഉത്തരവ് പ്രകാരം തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാടേക്ക് എത്തുന്നതും തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തുന്നതും. ഇത് വലിയ രാഷ്ട്രീയ വിവാദമായിരുന്നു. കോൺഗ്രസ് നേതാക്കളും CPM നേതാക്കളും അടക്കം ഞെട്ടിത്തരിച്ചു നിന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. രാഹുൽ വൈകുന്നേരം 4:40 കൂടി തന്നെയാണ് പാലക്കാട്ടേക്ക് എത്തിയത്. ബംഗളൂരുവിൽ നിന്നും കോയമ്പത്തൂരിലേക്കും കോയമ്പത്തൂരിൽ നിന്നും പാലക്കാട്ടേക്കുമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയത്. പാലക്കാടുള്ള പ്രാദേശിക നേതാക്കന്മാരുടെ കോൺഗ്രസിന്റെ പല പ്രാദേശിക നേതാക്കളുടെയും സഹായം രാഹുൽ മാങ്കൂട്ടത്തിന് ലഭിച്ചു എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് നിരീക്ഷിക്കുന്നതിന് വേണ്ടി BD സതീശൻ അടക്കമുള്ള ചില നേതാക്കളുടെ അനുയായികൾ പാലക്കാടിൽ ചുറ്റിക്കറങ്ങുന്നുണ്ട്. പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം ഏതൊക്കെ കോൺഗ്രസ്സുകാർ സഞ്ചരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും കോൺഗ്രസിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് കൃത്യമായ പിന്തുണ നൽകുന്നുണ്ടെങ്കിൽ അവരാരും കോൺഗ്രസിൽ പിന്നെ ഉണ്ടാകില്ല എന്നാണ് BD സതീശനും K മുരളീധരനും അടക്കമുള്ള ആളുകൾ ഇപ്പോൾ പറയുന്നു. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്ന സാഹചര്യത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുവാൻ വേണ്ടി കോൺഗ്രസ് സജ്ജമാകുന്ന സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലുള്ള ഒരു യുവ നേതാവിനെ പിണക്കുകയും ആ നേതാവിനോടൊപ്പം നിൽക്കുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസിൽ നിന്നും മറ്റുള്ള ആളുകളെ കൂടി വിലക്കുകയാണെങ്കിൽ അത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ കുഴി തോണ്ടുന്നതിന് സമാനമായ പ്രവൃത്തിയായിരിക്കും മുതിർന്ന നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുക എന്നുകൂടി ജനങ്ങൾ ഇപ്പോൾ ആശങ്കപ്പെടുന്നു. അതെന്ത് തന്നെയായാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉണ്ടായിരുന്ന തിരുവനന്തപുരം സെഷൻസ് കോടതി രാഹുൽ മാങ്കൂട്ടത്തിന് നൽകിയിരുന്ന മുൻകൂർ ജാമ്യം റദ്ദാക്കുന്നതിന് വേണ്ടി സർക്കാർ ഇപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നു എന്നുള്ള സാഹചര്യത്തിൽ പോലീസിന്റെ കൃത്യമായ റഡാറിൽ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്ത്രീപീഡന കേസിൽ അദ്ദേഹം ജാമ്യം നേടിക്കൊണ്ടുള്ള ആ ഹർജി ഹൈക്കോടതി തള്ളുകയാണെങ്കിൽ തീർച്ചയായും പോലീസ് ഏത് നിമിഷവും രാഹുൽ മാങ്കൂട്ടത്തെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യത കൂടി കണക്കിലെടുക്കുന്നുണ്ട്. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് വാടകയ്ക്കെടുത്തിരുന്ന ഫ്ളാറ്റിലെ റെസിഡൻസ് അസോസിയേഷൻകാർ രാഹുൽ മാങ്കൂട്ടത്തിനോട് ഫ്ളാറ്റിൽ നിന്ന് ഒഴിയണം എന്നുള്ള ഒരു നോട്ടീസ് നൽകിയിരിക്കുന്നു എന്നുള്ളത് ശരി തന്നെയാണ്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്ത്രീപീഡന വിഷയവുമായി ബന്ധപ്പെട്ട് തെളിവെടുപ്പിനും മറ്റുമായി പല അന്വേഷണ ഉദ്യോഗസ്ഥന്മാരും പലപ്പോഴായി ഫ്ളാറ്റിൽ കയറി ഇറങ്ങുന്നു. ഇത് ഫ്ളാറ്റിൽ താമസിക്കുന്ന സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള ആളുകൾക്ക് നിരവധി ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഫ്ളാറ്റിൽ നിന്നും ഒഴിയണം എന്നാണ് ഫ്ളാറ്റിലെ റെസിഡൻസ് അസോസിയേഷൻ രാഹുൽ മാങ്കൂട്ടത്തിനെ കണ്ട് അഭ്യർത്ഥന നടത്തിയത്. തീർച്ചയായും അവരുടെ അപേക്ഷ പരിഗണിക്കുന്നുണ്ട്. ഫ്ളാറ്റിൽ നിന്ന് ഒഴിയുന്നു എന്ന് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തോട് അവർ അഭ്യർത്ഥിച്ചതിനനുസരിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെ ഒരു തീരുമാനം കൈക്കൊണ്ടത്. ഫ്ളാറ്റിൽ നിന്നും അദ്ദേഹത്തിന്റെ സാധനങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ ആരൊക്കെ ഏതൊക്കെ തരത്തിന് വിധത്തിൽ തന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചാലും അകറ്റി നിർത്താൻ ശ്രമിച്ചാലും പാലക്കാടിന്റെ മണ്ണിൽ പാലക്കാടിന്റെ ജനങ്ങൾക്കൊപ്പം പാലക്കാടിന്റെ MLA ആയി താൻ ഉണ്ടാകും എന്ന് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യക്തമാക്കിയത്. എന്നാൽ BD സതീശനെ പോലുള്ള K മുരളീധരനെ പോലുള്ള മുതിർന്ന നേതാക്കൾ ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിരന്തരം യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്ന രീതി തന്നെയാണ് കാണാൻ കഴിയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിൽ നിന്നും പുറത്തുപോയ ആളാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെ നിന്നാലും അത് കോൺഗ്രസിനെ ബാധിക്കുന്ന വിഷയമല്ല. എന്നാൽ പാലക്കാട് നിന്നുള്ള ഏതെങ്കിലും കോൺഗ്രസ്സുകാർ രാഹുൽ മാങ്കൂട്ടത്തിന് ഏതെങ്കിലും തരത്തിൽ സഹായങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ പിന്നീട് കോൺഗ്രസിൽ ഉണ്ടാകില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ BD സതീശനും K മുരളീധരനും എല്ലാം പരസ്യമായി തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇത് അക്ഷരാർത്ഥത്തിൽ കോൺഗ്രസിനെ വെട്ടിലാക്കുന്ന അല്ലെങ്കിൽ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിനെ തോറ്റ് തുന്നം പാടിപ്പിക്കുന്ന രീതിയിലേക്ക് ഇത്തരം പ്രവൃത്തികൾ ചെന്നെത്തും എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും പാലക്കാട്
ഫ്ളാറ്റിൽ നിന്നും ഈ മാസം 25-ാം തീയതിക്കകം തന്നെ താൻ ഒഴിവാകാം എന്ന് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഫ്ളാറ്റ് അസോസിയേഷനെ അറിയിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തു തന്നെയായാലും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ സർക്കാർ നൽകിയിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യ ഹർജി തള്ളണം എന്നുള്ള ആവശ്യം പരിഗണിക്കപ്പെടുകയാണെങ്കിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം റദ്ദാക്കുകയാണെങ്കിൽ ഏത് നിമിഷവും രാഹുൽ മാങ്കൂട്ടത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കാൻ തന്നെയാണ് പിണറായി വിജയൻ പോലീസിന്റെ തീരുമാനം. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ കഴിയുന്ന അവസരത്തിൽ അദ്ദേഹം ബംഗളൂരുവിലുണ്ട്. കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകത്തിലെ ബംഗളൂരുവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ റിസോർട്ടിലും ഫാം ഹൗസുകളിലുമായി മാറി മാറി ഒളിവിൽ കഴിയുന്നു എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ കഴിഞ്ഞ ദിവസം ചില മാധ്യമങ്ങളെ കണ്ടപ്പോൾ പ്രസ്താവന നടത്തിയത്. അങ്ങനെയാണെങ്കിൽ അത് ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായ പിണറായി വിജയന്റെ കഴിവുകേടാണ്, പിടിപ്പുകേടാണ് എന്നാണ് കോൺഗ്രസും തിരിച്ചടിച്ചത്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ കഴിയുന്ന സ്ഥലം പിണറായി വിജയൻ അറിയാമെന്നുണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് പിണറായി വിജയന്റെ പോലീസ് രാഹുൽ മാങ്കൂട്ടത്തിനെ അവിടെ നിന്നും അറസ്റ്റ് ചെയ്യാത്തത്, കണ്ടെത്താത്തത് എന്നാണ് കെ മുരളീധരൻ അടക്കമുള്ള ആളുകൾ പിണറായി വിജയനെതിരെ വാളോങ്ങിക്കൊണ്ട് സംസാരിച്ചത്. അതായത് പിണറായി വിജയന്റെ പോലീസിന്, ആഭ്യന്തര വകുപ്പ് മന്ത്രിയായ പിണറായി വിജയന്റെ പോലീസിന് കഴിവില്ലാത്തത് കൊണ്ടാണല്ലോ അങ്ങനെ ഒളിവിൽ കഴിയുന്ന ഒരാളെ കണ്ടെത്താൻ സാധിക്കാത്തത് എന്നാണ് അവർ പിണറായി വിജയനെതിരെ ആ ആയുധം തിരിച്ചടിച്ചത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ ഒളിവ് ജീവിതം അവസാനിപ്പിച്ച് പാലക്കാട് എത്തിയിരിക്കുന്നു. പാലക്കാട് ഏത് വിധേനയും താനും പാലക്കാട് തന്നെ ഉണ്ടാകും. തന്നെ എതിർക്കാൻ വരുന്നവർ എന്തായാലും തന്നെ ഇവിടെ നിന്ന് ഓടിക്കുവാൻ പ്രാപ്തരല്ല എന്ന് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതിനിടയിൽ ഇന്നലെ പാലക്കാട് എത്തിയ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രതിരോധവുമായി ഡിവൈഎഫ്ഐക്കാർ അടക്കമുള്ള ചില നേതാക്കൾ എത്തുകയുണ്ടായി. എന്നാൽ പോലീസ് കൃത്യമായ സുരക്ഷാ വലയം തീർത്തുകൊണ്ട് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ അവിടെ നിന്നും കടത്തിവിട്ടത്. എന്തായാലും ഇനി ഈ വിഷയത്തിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം.